ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഹെൽത്തി സിമ്പിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഒരു ചീരപ്പീരയാണ്. അതും നമ്മൾ എഗ്ഗ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിനാദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക്കും അതുപോലെ ഗ്രീൻ ചില്ലിയും ഒരു മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുക്കുക. സ്മൂത്തി പേസ്റ്റ് ആക്കാണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഇനി എണ്ണ നന്നായി ചൂടായ നമ്മൾ ക്രഷ് ചെയ്ത ഗാർലിക് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 1 to 2 minutes സോട്ട് ചെയ്യാം. ഗാർലിക്കിൻ്റെ ആ ഒരു കുത്തുന്ന മണക്കം മാറുന്നില്ല. എന്നിട്ടിനി അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത ചീരക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 minutes നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ചീരയിൽ തന്നെ വെള്ളം ഇറങ്ങും. ഇനി ചീര ഒന്ന് നന്നായി കുക്കായി കഴിഞ്ഞാൽ സെൻട്രലിലൊരു എഗ്ഗ് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി എഗ്ഗ് ജസ്റ്റ് ഒന്ന് സെറ്റായി വരുമ്പോൾ സ്ലോലി നമുക്ക് ഈ ചീരയിലേൻ്റെ കൂടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഫൈനൽ മിക്സ് കഴിഞ്ഞിട്ടുണ്ട്. അതോടെ നമ്മുടെ ഹെൽത്തി ചീരപ്പേര് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തി അല്ലെങ്കിൽ വെറുതെ തന്നെ നമുക്ക് കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റാണ്. ഈ ചീരയിലാവുമ്പോൾ നല്ല ഫൈബറും അതുപോലെ അയണൊക്കെ വിറ്റാമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ആണ്. അതുപോലെ എഗ്ഗിനായാലും നല്ല പ്രോട്ടീനും ഹെൽത്തി ഫാറ്റൊക്കെ ഉള്ളതാണ്. ഇപ്പം നമ്മൾ ഗാർലിക് ആണെങ്കിലും ഇമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പി മാത്രമല്ല, നമ്മൾ ബാലൻസ്ഡ് ന്യൂട്രീഷൻ കിട്ടുന്നൊരു ഹെൽത്തി ഡിഷ് കൂടെയാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ ഇനിയും ഹെൽത്തി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.